കാറ്റത്തെ കിളിക്കൂട് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ സുഭാഷിന്റെ മുഖത്ത് വല്ലാത്തൊരു ക്ഷീണവും നിരാശയും നിഴലിച്ചു. ദിവസങ്ങളായി മനസ്സിൽ ഒരുക്കുന്ന ആ ഒരു വലിയ പ്രശ്നം തന്നെയായിരുന്നു അവന്റെ ചിന്തകളിൽ മുഴുവൻ. കൂടെ നടക്കുന്ന സുധീഷിന്റെ മുഖത്ത് പക്ഷേ വല്ലാത്ത ശാന്തതയുണ്ടായിരുന്നു. നടക്കുന്നതിൽ തന്നെ പെട്ടെന്ന് സുഭാഷ് നിന്നു. എന്നിട്ട് സുധീഷിന്റെ അടുത്തേക്ക് നോക്കിയിട്ട് വളരെ ഗൗരവത്തിൽ തന്നെ പറഞ്ഞു, എടാ സുധീഷേ, എനിക്കൊരു കാര്യം തോന്നുന്നു. നമുക്കൊരു കാര്യം ചെയ്താലോ? ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോയിട്ട് കുറച്ച് വഴിപാടുകളൊക്കെ അങ്ങ് നടത്തിയാലോ? മനസ്സിനൊരു സ്വസ്ഥത കിട്ടുമല്ലോ. ഇത് കേട്ട് സുധീഷ് ഒന്ന് ചിരിച്ചു. എന്നിട്ട് അവനെ നോക്കി ചോദിക്കാണ്, സുഭാഷേട്ടാ, അതുകൊണ്ട് എന്താ പ്രയോജനം? നമ്മൾ കുടുംബക്ഷേത്രത്തിന്റെ പോകണമെന്നല്ലേ ആ സ്വാമി പറഞ്ഞത്? അവിടെ നമ്മൾ പോയിട്ട് തൊഴേണ്ടത്. സുഭാഷ് വിടാൻ ഭാവമില്ലായിരുന്നു. അവൻ പറഞ്ഞു, അല്ലടാ, ഭഗവാനോട് നമുക്കൊന്ന് മനസ്സൊരുക്കി പറയാം. നമ്മുടെ കുടുംബക്ഷേത്ര ഭഗവാനാണ് ഈ നേർച്ചയൊക്കെ അർപ്പിക്കുന്നത് എന്ന് വിചാരിച്ചാൽ പോരെ? അങ്ങനെ നമുക്ക് അടുത്തേതെങ്കിലും അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ പോരെ? അത് കേട്ടപ്പോൾ സുധീഷ് കുറച്ചുകൂടി ഗൗരവത്തിലേക്ക് വന്നു. അല്ല, ഈ കുടുംബക്ഷേത്രം എവിടെയാണ്? അതെന്തായെന്നും നമുക്കൊന്നും പിടിയൊന്നുമില്ലല്ലോ. പിന്നെ എങ്ങനെയാ നമ്മൾ ഈ നേർച്ചയൊക്കെ നേരുന്നത്? സുഭാഷിനങ്ങ് ദേഷ്യം വന്നു. എടാ, അതൊക്കെ നടക്കുന്ന കാര്യമാണോ? നീ എന്ത് പൊട്ടത്തരായി പറയുന്നത്? കുടുംബക്ഷേത്രത്തിൽ പോകണമെന്ന് പറഞ്ഞ് അതെവിടെയാണെന്ന് പോലും അറിയാതെ നമ്മൾ എങ്ങനെ പോവും? അല്ല, പിന്നെ എന്ത് ചെയ്യാൻ പറ്റൂ സുഭാഷേട്ടാ? കുടുംബക്ഷേത്രം എവിടെയാ എങ്ങനെയാന്നൊക്കെ അറിയാൻ വല്ല വഴിയുണ്ടായിരുന്നെങ്കിൽ ഞാനും അത് ആലോചിക്കുവാണ്. സുനന്ദയോട് ചോദിച്ചാൽ ചിലപ്പോൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞേക്കാം. നമുക്ക് നോക്കാം എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് സുധീഷ് പതുക്കെ പറഞ്ഞു. പെട്ടെന്ന് തന്നെ സുധീഷിന്റെ ചുണ്ടിലൊരു കള്ളച്ചിരി വിരിഞ്ഞു. അവൻ സുഭാഷിന്റെ തോളിൽ അങ്ങ് കൈയിട്ട് പറഞ്ഞു, അതെ സുഭാഷേട്ടാ, അതിന് ഞാനൊരു തകർപ്പൻ ട്രിക്ക് ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. കുടുംബക്ഷേത്രം എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമല്ല, ഒരു ട്രിക്ക്. സുഭാഷ് അത്ഭുതത്തോടുകൂടി അവനെ നോക്കി. ട്രിക്കോ? അതെന്താടാ ട്രിക്ക്? അത് വർക്കൗട്ട് ആവുകയാണെങ്കിൽ ഞാൻ പറയാം. ഇപ്പോൾ ഏതായാലും പറയുന്നില്ല. ചിലപ്പോൾ കുടുംബക്ഷേത്രം എവിടെയാണെന്നുള്ള കാര്യം വളരെ പെട്ടെന്ന് തന്നെ നമുക്കറിയാൻ പറ്റും. സുധീഷ് ഒരു സർപ്രൈസ് ഇട്ടുകൊണ്ട് പറഞ്ഞു. സുഭാഷേട്ടനാണെങ്കിൽ ഒന്നും മനസ്സിലായില്ലെങ്കിലും അവൻ കൂടുതലൊന്നും ചെന്ന് ചോദിക്കാനും പോയില്ല. അവർ വീണ്ടും ആ ഒരു സംസാരം തുടർന്ന് വീട്ടിലേക്ക് നടന്നു. അങ്ങനെ അവർ കുറച്ചും കൂടി മുന്നോട്ട് നടക്കുമ്പോഴാണ് എതിരെ ഒരാൾ വരുന്നത് കണ്ടത്. വേറെ ആരുമില്ല, അത് ഗംഗാധര വല്യച്ഛനായിരുന്നു. വലിയൊരു ഗൗരവത്തിൽ മുണ്ടും മടക്കി കൈകളിങ്ങനെ വീശി വരികയാണ്. ഗംഗാധരനെ കണ്ടപ്പോൾ സുഭാഷ് പതുക്കെ ചോദിച്ചു, ദേ വലിയച്ഛൻ വരുന്നുണ്ടല്ലോ. അപ്പോഴേക്കും സുധീഷിന്റെ ചുണ്ടിൽ വീണ്ടും ആ ഒരു പഴയ കള്ളച്ചിരി മിന്നി മറിഞ്ഞു. ഗംഗാധരൻ അവിടെ അടുത്തേക്ക് നടന്നെത്തി. സുഭാഷ് വളരെ ബഹുമാനത്തോടെ വിളിച്ചു, വല്യച്ഛ എന്ന് വിളിച്ചു. പക്ഷേ ഗംഗാധരൻ അതൊന്നും കേട്ട ഭാവം പോലും നടിക്കാതെ മുഖം വെട്ടിച്ച് ഒരൊറ്റ പോക്കങ്ങ് പോവാണ്. താൻ വിളിച്ചത് അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അതോ താൻ പറഞ്ഞ കാര്യങ്ങളൊന്നും അയാളുടെ മനസ്സിൽ ഏറ്റില്ലേ എന്നൊരു ചിന്ത സുഭാഷേട്ടന്റെ മനസ്സിൽ വല്ലാതെ അലയടിച്ചു. അങ്ങനെ അവർ കുറച്ച് മുന്നോട്ട് നടന്നു. പെട്ടെന്ന് തന്നെ പിന്നിൽ നിന്നും ഗംഗാധരന്റെ ഗാംഭീര്യമുള്ള ശബ്ദം മുഴങ്ങി, എടാ സുഭാഷേ, എങ്ങോട്ടൊന്ന് വന്നേ. സുഭാഷ് പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നോക്കി. വലിയച്ഛൻ നിൽക്കുന്നു. അവൻ തന്റെ സൈക്കിളും ഉരുട്ടിക്കൊണ്ട് വേഗം തന്നെ ഗംഗാധരന്റെ അടുത്തേക്ക് ചെന്നു. സുഭാഷ് അടുത്തേക്ക് എത്തിയപ്പോൾ ഗംഗാധരൻ അങ്ങ് ചൂടായി. എടാ, ഇപ്പോ നീ നിന്റെ സൈക്കിൾ എന്റെ ദേഹത്തേക്കും കയറ്റൂലോടാ. ഞാൻ നിന്നെ ഒന്ന് വിളിച്ചതല്ലേ ഉള്ളൂ, അതിനിപ്പോ എന്റെ നെഞ്ചത്തേക്കും കയറണോ? സുഭാഷ് ഒന്ന് പരിങ്ങിപ്പോയി. അല്ല, എന്താ വലിച്ച, എന്താ വിളിച്ചേ? ഗംഗാധരൻ അല്പനേരം സുഭാഷിനെ ഒന്ന് തുറപ്പിച്ചു നോക്കി. പിന്നെ ശബ്ദം വല്ലാതെ താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, അതെ, പിന്നെ നിന്നോട് എനിക്ക് അല്പം സ്നേഹം കൂടുതലൊക്കെ ഉണ്ട്. വേറൊന്നും കൊണ്ടല്ല. ഞാൻ പറയാൻ പോകുന്നത്, നീ എന്നോട് കുടുംബക്ഷേത്രം എവിടെയാണെന്ന് കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നല്ലോ. ആ കുടുംബക്ഷേത്രം എവിടെയാണെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തന്നേക്കാം. സുഭാഷിന് സ്വന്തം കാതുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. വലിച്ചൻ തന്നെയാണോ ഈ പറയുന്നത്? ഗംഗാധരൻ തുടർന്നു. പിന്നെ ഒരു കാര്യം നീ പ്രത്യേകം ഓർക്കണം. അവിടേക്ക് പോകുന്നുണ്ടെങ്കിൽ നീ മാത്രം പോയാൽ മതി. ആ വീട്ടിലുള്ള ബാക്കി എല്ലാവരോടും എനിക്ക് യാതൊരുവിധ സ്നേഹവുമില്ല. നിന്റെ നല്ലതിന് വേണ്ടി മാത്രം ഞാൻ പറയുന്നതാ. അതുകൊണ്ട് നീ മാത്രം പോയാൽ മതി അങ്ങോട്ടേക്ക്. ഇത്രയും പറഞ്ഞ ഗംഗാധരൻ ഏതായാലും കുടുംബക്ഷേത്രം എവിടെയാണ്, എങ്ങനെ പോകണമെന്നുള്ള വഴിയും കാര്യങ്ങളും എല്ലാം തന്നെ വിശദമായി പറഞ്ഞു കൊടുത്തു. വളരെ കൃത്യമായി തന്നെ സുഭാഷിന് പറഞ്ഞു കൊടുത്തു. സുഭാഷ് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഈ വലിയച്ഛന് ഇതിപ്പോൾ എന്ത് പറ്റി? ഇന്നലെ വരെ കാര്യം ചോദിച്ചപ്പോൾ മുഖത്തേക്ക് നോക്കി കടിച്ചു കീറാൻ വന്ന ആളാണ്. ഗംഗാധരൻ അതൊക്കെ പറഞ്ഞു തീർത്തിട്ട് വേഗം അവിടെ നിന്നും ഇറങ്ങി നീങ്ങി. സുഭാഷ് ഇപ്പോഴും ആ നിന്ന നിൽപ്പിൽ തന്നെ നിൽക്കുവാണ്. അപ്പോഴും സുധീഷ് അവന്റെ അടുത്തേക്ക് ഓടിയെത്തി. എന്താ, കുടുംബക്ഷേത്രം എവിടെയാണെന്ന് പിടികിട്ടിയ സുധീഷ് ചിരിച്ചോട് ചോദിച്ചു. ഹാ, പറഞ്ഞു തന്നു. അല്ല, ഈ വലിയച്ഛനിപ്പോൾ ഇതെന്താ സംഭവിച്ചതെന്ന് എനിക്ക് യാതൊരു പിടിയുമില്ല. ഇന്ന് രാവിലെ കണ്ടപ്പോൾ എന്നെ ചീത്ത പറഞ്ഞതാ. കുടുംബക്ഷേത്രം എവിടെയാണെന്ന് ഒരു കാരണവശാലും പറഞ്ഞു തരില്ല എന്നൊക്കെ പറഞ്ഞതാ മനുഷ്യനാ. ദാ ഇപ്പോൾ കുടുംബക്ഷേത്രം എവിടെയാണെന്നൊക്കെ കൃത്യമായി പറഞ്ഞു തന്നിരിക്കുന്നു. എന്തോ വലിയ മണിവായം തന്നെ ഇതിനകത്ത് നടന്നിട്ടുണ്ട്. സുഭാഷ് അത്ഭുതം മാറാതെ പറഞ്ഞു. അത് കേട്ടപ്പോൾ സുധീഷ് ഉറച്ചത്തിലങ്ങ് ചിരിക്കാൻ തുടങ്ങി. സുധീഷിന്റെ ആ ചിരി കണ്ടപ്പോൾ സുഭാഷേട്ടന് ഏതാണ്ട് കാര്യം പിടികിട്ടി. അവൻ ചോദിച്ചു, എന്താണ് ഈ ചിരിക്കുന്നത്? അതെ, ഞാൻ ചോദിച്ച കാര്യം അങ്ങ് വിട്ടുകള. ഞാൻ നിന്നോട് മുന്നേ പറഞ്ഞതില്ലേ ഞാനൊരു നമ്പർ ഇട്ടിട്ടില്ലേ എന്ന്. ആ നമ്പർ കറക്റ്റായിട്ട് തന്നെ വർക്കൗട്ടായി സുഭാഷേട്ടാ, സുധീഷ് പറഞ്ഞു.
നീ കാര്യം എന്താ വെച്ചാൽ തെളിച്ചു പറ, സുഭാഷ് ആകാംക്ഷയോട് ചോദിച്ചു. അപ്പോഴാണ് സുധീഷ് നടന്ന സംഭവങ്ങളെല്ലാം തന്നെ വള്ളിപ്പുള്ളി വിടാതെ സുഭാഷേട്ടനോട് പറയുന്നത്. അന്ന് സുഭാഷേട്ടന്റെ ജാതകം നോക്കിയിട്ട് വീട്ടിൽ നിന്നും 2 സ്വാമിമാർ വന്നിരുന്നല്ലോ. അവർ ജാതകം നോക്കിയിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് തന്നെ അതിൽ പ്രധാനമായ ഒരാളോട് സുധീഷ് രഹസ്യമായി തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. സുധീഷ് ആ സ്വാമിയോട് പറഞ്ഞു, സ്വാമി, ഞാൻ പറയുന്ന ഒരാളോട് ഞാൻ പറയുന്നത് പോലെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു ചെന്ന് സംസാരിക്കണമെന്ന്, അദ്ദേഹത്തെ ഒന്ന് പേടിപ്പിക്കണമെന്ന്, അതിനുള്ള പൈസ മുഴുവൻ ഞാൻ തരാം. അങ്ങനെ സ്വാമിയോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു സുധീഷ് അയാളെ കൃത്യമായിട്ട് അങ്ങ് ചട്ടം കെട്ടി. ഗംഗാധരൻ പതിവായിട്ട് വൈകുന്നേരം ചായ കുടിക്കാൻ വേണ്ടി പോകുന്നത് രാജപ്പച്ചേട്ടന്റെ കടയിലാണ്. സുധീഷിനത് നന്നായിട്ട് അറിയായിരുന്നു. സുധീഷ് പറഞ്ഞതനുസരിച്ച് ആ ജോത്സ്യൻ നേരെ രാജപ്പന്റെ കടയിലേക്ക് ചെന്നു. അവിടെ ഗംഗാധരൻ വലിയ ഗമയിലിങ്ങനെ ചായ കുടിച്ച് നിൽക്കുമായിരുന്നു. ജോത്സ്യൻ നേരെ ഗംഗാധരന്റെ മുന്നിലേക്ക് ചെന്നു. എന്നിട്ട് അയാളെ അങ്ങ് അടിമുടി ഒന്ന് നോക്കിയിട്ട് വളരെ ഗൗരവത്തിൽ തന്നെ പറഞ്ഞു, കുടുംബക്ഷേത്രം എവിടെയാന്ന് ചോദിച്ചാൽ നിനക്ക് പറഞ്ഞു കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ? ദൈവം നിന്റെ സ്വന്തമാണെന്നാണോ നിന്റെ വിചാരം? ഇതിനുള്ള വലിയ അനുഭവം നിനക്ക് ഉടനെ തന്നെ കിട്ടും. അത്രയും പറഞ്ഞ് ഭയപ്പെടുത്തുന്ന ആ ഒരു ഡയലോഗുകൾ കൂടി സ്വാമി അങ്ങോട്ടേക്ക് അങ്ങ് കാച്ചാണ്. ഇതൊക്കെ കേട്ടപ്പോൾ ഗംഗാധരൻ അക്ഷരാർത്ഥത്തിൽ അങ്ങ് ഞെട്ടിപ്പോയി. അയാളുടെ കയ്യിലിരുന്ന ചായ ഗ്ലാസ് ഒന്ന് വിറച്ചു. എൻ്റെ ഭഗവാനെ, ഇതെന്തേ കേൾക്കുന്നത്? കുടുംബക്ഷേത്രത്തെക്കുറിച്ച് തന്നോട് ചോദിച്ചത് ഭാസ്കരൻ്റെ വീട്ടുകാരാണ്. പ്രത്യേകിച്ച് സുഭാഷാണ് തന്നോട് ചോദിച്ചത്. പക്ഷേ താൻ അത് പറഞ്ഞു കൊടുത്തില്ല. ഈ സ്വാമി ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു എന്നൊരു ഭയം ഗംഗാധരൻ്റെ മനസ്സിൽ വല്ലാതെ നിറഞ്ഞു. ദൈവകോപം ഉണ്ടാകുമോ എന്ന പേടി അയാളെ ഇങ്ങനെ വിയർപ്പിച്ചു. അപ്പോഴേക്കും സ്വാമി വീണ്ടും പറഞ്ഞു, എനിക്കെല്ലാം അറിയാം. എത്രയും പെട്ടെന്ന് തന്നെ ആ കുടുംബക്ഷേത്രം എവിടെയാണെന്ന് നീ പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിലുണ്ടല്ലോ നിന്റെ മേലെ എൻ്റെയും ഭഗവാന്റെയും കടുത്ത ശാപമുണ്ടായിരിക്കും. ഇതും കൂടി കേട്ടപ്പോൾ ഗംഗാധരൻ ആകെപ്പാടെങ്ങനെ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. അയാൾ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, അയ്യോ സ്വാമി, എന്നെ ശപിക്കല്ലേ. ഞാൻ നാളെ തന്നെ അവരേക്ക് ചെന്നിട്ട് അതെവിടെയാണെന്ന് പറഞ്ഞു കൊടുത്തോളാം. അത് കഴിഞ്ഞ് ആ സ്വാമി നേരെ സുധീഷിൻ്റെ അടുത്തേക്ക് ചെന്ന് ഗംഗാധരൻ കാണാതായത് സുധീഷ് സ്വാമിയെ കണ്ടു. സുധീഷ് അയാൾ പറഞ്ഞതുപോലെ കുറച്ച് പൈസയും കൊടുത്തു. അപ്പോഴേക്കും സ്വാമി പറയുന്നുണ്ട്, ദേ ഇത്രയൊക്കെ ഞാൻ അയാളെ പേടിപ്പിച്ച് തരുന്ന ഈ പൈസ കുറച്ച് കുറവാ, ഒരു 200 രൂപ കൂടി ഇങ്ങോട്ടേക്ക് എടുക്ക്. സ്വാമി വിടാൻ ഭാവമില്ലായിരുന്നു. ഒടുവിൽ സുധീഷ് ആ 200 രൂപ കൂടെ കൊടുത്തു. സ്വാമി അവിടെ നിന്നും പറഞ്ഞു വിട്ടു. ഈ കാര്യങ്ങളൊക്കെ സുധീഷ് പറഞ്ഞപ്പോൾ സുഭാഷ് ഇങ്ങനെ അമ്പരന്ന് പോയി. അവൻ ചിരിച്ചുകൊണ്ട് സുധീഷിന്റെ തോളിലങ്ങ് അടിച്ചു. നീ ആള് കൊള്ളാലോടാ, എന്ത് ബുദ്ധിയാടാ നിനക്ക്? സുധീഷ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ ഇങ്ങനെ ചില നമ്പറുകളൊക്കെ ഇറക്കിയാൽ മാത്രമേ ഇന്നത്തെ കാലത്ത് ജീവിക്കാനൊക്കെ പറ്റുള്ളൂ സുഭാഷ് ഏട്ടാ. നേരെ വാ നേരെ പോകുമെന്ന് പറഞ്ഞ് ജീവിച്ചിട്ടൊന്നും യാതൊരുവിധ കാര്യവുമില്ല ഈ ലോകത്ത്. അങ്ങനെ അവർ രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ സംസാരിച്ചിട്ട് വീട്ടിലേക്ക് എത്താണ്. എത്രയും പെട്ടെന്ന് തന്നെ ഇനി ആ കുടുംബക്ഷേത്രത്തിലേക്ക് പോകണമെന്നൊരു ചിന്തയായിരുന്നു അവരുടെയൊക്കെ മനസ്സിൽ. വീട്ടിലുള്ള എല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോകാനും അവർ തീരുമാനിച്ചു. അങ്ങനെ അവർ വേഗം തന്നെ കയറി ചെന്ന് ഹാളിൽ നിധി ഇരിക്കുന്നുണ്ടായിരുന്നു. സുധീഷ് വലിയ ആവേശത്തിൽ തന്നെ നിധിയോട് പറഞ്ഞു, നിധി, ഞങ്ങൾ കുടുംബക്ഷേത്രം എവിടെയാണെന്ന് വിവരമൊക്കെ കിട്ടിയിട്ട് വരുവാണ്. വലിയച്ഛൻ തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. അത് കേട്ടപ്പോൾ നിധിക്ക് വലിയ സന്തോഷമായി. അവൾ ചാടി എഴുന്നേറ്റ്, ആണോ? ആഹാ, എവിടെയാ സ്ഥലം? സുഭാഷേട്ടന് കാര്യങ്ങളൊക്കെ അവൾക്ക് വിശദീകരിച്ചു കൊടുത്തു. നിധി ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ തന്നെ പോകാമല്ലേ? അതെ, നമുക്ക് എല്ലാവർക്കും കൂടി പോവാം. സുഭാഷും സമ്മതിച്ചു. അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുന്ന സമയത്താണ് ഭാസ്കരൻ പുറത്തുനിന്ന് അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ഭാസ്കരൻ വന്നപാടെ അവിടെ നിൽക്കുന്ന ആരെയും ഒന്നും തന്നെ മൈൻഡ് ചെയ്തില്ല. അയാൾ നേരെ അടുക്കളയിലേക്ക് കയറിയിട്ട് ഒരു പ്ലേറ്റ് എടുത്തു. അതിനകത്തേക്ക് കുറച്ച് ചോറും കറിയൊക്കെ വിളമ്പിയിട്ട് അവിടെ സിറ്റൗട്ടിൽ വന്നിരുന്ന് കഴിക്കാൻ തുടങ്ങുകയാണ്. ഈ സമയത്ത് തന്നെ വീടിനകത്ത് കുടുംബക്ഷേത്രത്തെക്കുറിച്ച് ഭയങ്കര ചർച്ചയിലാണ് നിധിയും സുഭാഷും സുധീഷും ഒക്കെ. അവൾ സിറ്റൗട്ടിലേക്ക് വന്നു. സുഭാഷ് അച്ഛനോടായി പറഞ്ഞു, അച്ഛാ, ഞങ്ങൾ നാളെ കുടുംബക്ഷേത്രത്തിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആ കുടുംബക്ഷേത്രം എവിടെയാന്നുള്ള വിവരമൊക്കെ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഭാസ്കരൻ ചോറ് തിന്നുന്നതിന് വളരെ കൂളായിട്ട് തന്നെ പറഞ്ഞു, ഓ അതാണോ? അതെനിക്കറിയായിരുന്നല്ലോ. എന്നിട്ട് യാതൊരുവിധ ഭാവവ്യത്യാസമില്ലാതെ ആ അമ്പലയിൽ ഇരിക്കുന്ന കൃത്യസമയം വരെ അവിടെ അയാൾ അങ്ങ് വിളിച്ചു പറയാണ്. അത് കേട്ട് സുധീഷും നിധിയും സുഭാഷൊക്കെ ഞെട്ടിത്തെറിച്ചു പോയി. അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി. സുഭാഷ് ചോദിക്കുന്നുണ്ട്, അപ്പോൾ അച്ഛൻ ഇതൊക്കെ അറിയാമായിരുന്നോ എന്ന്? അച്ഛൻ അറിഞ്ഞിട്ടാണോ അച്ഛൻ ഈ ഒരു കാര്യമൊന്നും ഇത്രയും ദിവസം ഞങ്ങളോട് പറയാതിരുന്നത്? ഞങ്ങൾ അച്ഛനോട് എത്ര വട്ടം ചോദിച്ചു കുടുംബക്ഷേത്രം എവിടെയാണെന്ന്, എന്നിട്ട് അച്ഛൻ അതൊന്നും ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ. ഇത് കേട്ടപ്പോൾ ഭാസ്കരൻ വളരെ നിസ്സാരമായി പറഞ്ഞു, ഓ അത് ഞാൻ മറന്നുപോയി, അതുകൊണ്ടാണ് പറയാതിരുന്നത്. എന്ത് മറന്നുപോയെന്നോ? ഈ അച്ഛനെ കൊണ്ട് ഞാൻ എന്നൊക്കെ പറഞ്ഞ് സുധീഷ് ദേഷ്യത്തോടു കൂടെ അങ്ങ് മുന്നോട്ട് വന്നു. നിങ്ങൾക്ക് ഈ കാര്യം നേരത്തെ തന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു കുഴപ്പം? എത്ര ദിവസമായി ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ട് അലയുന്നു എന്നറിയോ? ഭാസ്കരൻ യാതൊരുവിധ കുലുക്കവുമില്ലാതെ പറഞ്ഞു. ഓ അതിപ്പോൾ എനിക്ക് പറയാനൊന്നും ഓർത്തില്ല. പിന്നെ ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഈ കുടുംബക്ഷേത്രത്തിൽ പോയി തൊഴുതു പ്രാർത്ഥിക്കണമെന്ന് സാക്ഷാൽ ഭഗവാൻ എൻ്റെ മുന്നിൽ വന്ന് പറഞ്ഞതുപോലെ എനിക്കൊരു തോന്നൽ. അതുകൊണ്ട് ഞാനും അങ്ങ് വരാൻ തീരുമാനിച്ചു. അത് കേട്ടപ്പോൾ സുധീഷ് ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട്, അച്ഛനും വരുന്നോ എന്ന്. അപ്പോഴേക്കും ഹരീഷ് അങ്ങോട്ടേക്ക് വന്ന് പറഞ്ഞു, വേണ്ട, അച്ഛൻ വരുന്നത് ശരിയാവില്ല. അച്ഛൻ ഏതായാലും ഇവിടെ നിന്നാൽ മതി.
അതെന്താടാ, ഞാൻ വന്നാൽ എന്താടാ കുഴപ്പം? ഞാനും വരും. ഭാസ്കരൻ വാശി പിടിച്ചു. എല്ലാവരും കൂടെ പോകാൻ തയ്യാറെടുക്കുമ്പോഴാണ് ഈ ഒരു പ്രശ്നം. സുധീഷ് കട്ടായം പറഞ്ഞു. അതെ, ഒരു കാര്യം ഞാൻ പറയാം. അച്ഛൻ എന്താണെങ്കിലും ഞങ്ങളുടെ കൂടെ വരണ്ട, ഞങ്ങൾ മാത്രം പോയിക്കോളാം. ഭാസ്കരന് വിട്ടുകൊടുത്തില്ല. പിന്നെ നിങ്ങളുടെ കൂടെയൊന്നും വരുന്നില്ല. എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ അറിയാഞ്ഞിട്ടൊന്നുമില്ല. എനിക്ക് തനിയെ ബസ് കയറി പോകാനും അറിയാം. ഞാൻ വന്നോളാം. ആ സമയത്തിന് സുഭാഷ് ഇടയ്ക്ക് കയറി ചോദിച്ചു, എടാ, നമ്മളെല്ലാവരും കൂടി എങ്ങനെയാ പോകുന്നത്? വണ്ടി ആരെടുക്കും? സുധീഷ് വലിയ സന്തോഷത്തോടു കൂടി പറഞ്ഞു, അതെ, എനിക്ക് ലൈസൻസും കാര്യങ്ങളൊക്കെ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ വന്ന് അവർ ലൈസൻസൊക്കെ എനിക്ക് തിരികെ തന്നു. ഒരു മാസത്തേക്കല്ലേ എൻ്റെ ലൈസൻസ് റദ്ദാക്കിയിരിക്കുന്നത്. അത് ഇന്നലെ എനിക്ക് തിരിച്ചു കിട്ടി. ഇത് കേട്ടപ്പോൾ സുഭാഷ് ആശ്വാസത്തോടെ പറഞ്ഞു, ഓ, അതൊരു വലിയ നല്ല കാര്യമാണല്ലോ. എല്ലാം നല്ല സമയത്താണല്ലോ ഇപ്പോൾ. അതുകൊണ്ടല്ലേ കൃത്യസമയത്തിന് നിനക്ക് ലൈസൻസൊക്കെ തിരിച്ചു കിട്ടിയത്? സുധീഷ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതുകൊണ്ടല്ലേ സുഭാഷ് ഏട്ടാ, ഒരു മാസം കഴിഞ്ഞില്ലേ, ആ കാലാവധി കഴിഞ്ഞതുകൊണ്ട് അവർ തിരിച്ചു തന്നതാ, അല്ലാതെ സമയം നന്നായതുകൊണ്ടൊന്നുമല്ല. അങ്ങനെ എല്ലാവരും വലിയ സന്തോഷത്തിലായി. പിറ്റേ ദിവസം തന്നെ അമ്പലത്തിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. അപ്പോഴാണ് വേറൊരു പ്രശ്നം അവിടെ മുന്നിലേക്ക് വരുന്നത്. ചാന്ദിനിയുടെ കാര്യം. അവളെ എന്ത് ചെയ്യും? അവളെ ഇവിടെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് പോകാൻ പറ്റില്ലല്ലോ. സുഭാഷ് ഗൗരവത്തിൽ തന്നെ പറഞ്ഞു, ഇനിയിപ്പോൾ നമ്മൾ ചാന്ദിനെ ഇവിടെ തനിച്ച് നിർത്തിയിട്ട് പോകാനൊന്നും പറ്റില്ല. അത് വലിയ പ്രശ്നമായിരിക്കും. അവളെ അന്വേഷിച്ച് പലരും നടക്കുന്നുണ്ടല്ലോ. നിധിയും അത് ശരിവെച്ചു. അതെ, നമ്മളിവിടെ നിർത്തിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ അയാൾ എങ്ങാനും ചാന്ദിനെ അന്വേഷിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ അത് വല്ലാത്ത പ്രശ്നമാവില്ലേ? സുഭാഷ് ഒരു പോംവഴി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് പോകുമ്പോൾ അവളെയും കൂടെ കൂട്ടുകൊണ്ടുപോയാലോ? അതല്ലേ ഏറ്റവും നല്ലത്. എല്ലാവർക്കും അത് സമ്മതമായിരുന്നു. അങ്ങനെ അവർ ചാന്ദിനിയോട് പോയി ചോദിച്ചു, ഞങ്ങളുടെ കൂടെ നാളെ കുടുംബക്ഷേത്രത്തിലേക്ക് വരാമോ എന്ന്. ചാന്ദിനിക്ക് അത് വലിയ സന്തോഷമായി. അവൾ വരാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ആ ഒരു വലിയ പ്രശ്നം അവിടെ തീരുമാനമാവാണ്. പിന്നീട് അങ്ങനെ രാത്രി എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുന്ന സമയത്തിന് നികേഷ് ഹാളിൽ ഒരിടത്ത് ഇങ്ങനെ മാറി ഫോണിൽ എന്തോ ഇങ്ങനെ കുത്തിക്കുറച്ചിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ മുഖത്തൊരു നാണം കലർന്ന ചിരിയും വരുന്നുണ്ട്. ഇത് ശ്രദ്ധിച്ചുകൊണ്ട് സുധീഷ് പതുക്കെ അവൻ്റെ പിന്നിലൂടെ ചെന്നു. ആരുടെ ഫോട്ടോയിടാ നീ ഇങ്ങനെ കാര്യമായിട്ട് നോക്കുന്നത് എന്ന് സുധീഷ് പെട്ടെന്ന് ചോദിച്ചു. നികേഷ് അങ്ങ് ഞെട്ടിപ്പോയി. അവൻ വേഗം തന്നെ ഫോണിൻ്റെ സ്ക്രീൻ അങ്ങ് ഓഫ് ചെയ്ത് മറച്ചു പിടിച്ചു. പിന്നെ ഒന്ന് പോ സുധീഷേ, ഞാൻ വെറുതെ ഇങ്ങനെ നോക്കി നിൽക്കുന്നതാ സുധീഷേട്ടാ. സുധീഷ് വിട്ടുകൊടുത്തില്ല. എവിടെയോ ഒരു വലിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നുന്നുണ്ടല്ലോടാ. ഏതോ ഒരു പെണ്ണിനെ കാര്യമായിട്ട് നീ നോക്കിക്കൊണ്ടിരിക്കുന്നല്ലോടാ. ഏതാടാ പെണ്ണ്? നികേഷ് വീണ്ടും ഒഴിഞ്ഞു മാറി. പിന്നെ ഞാൻ വെറുതെ ഇങ്ങനെ ഫോൺ എടുത്ത് നോക്കിയതാ. വെറുതെ നോക്കുക, അല്ലാതെ പെണ്ണൊന്നുമല്ല. ഏത് പെണ്ണാടാ നീ നോക്കുന്നത്? ഏതാ ഇൻസ്റ്റ ഐ ഡി? സത്യം പറ. സുധീഷ് അവനെ കളിയാക്കാൻ തുടങ്ങി. അതെ, ഒരു പെണ്ണുമില്ല, നികേഷ് പറഞ്ഞു. വെറുതെ കള്ളത്തരം പറയേണ്ട നികേഷേ, ഏതോ ഒരു പെണ്ണിന്റെ ഫോട്ടോ നീ നോക്കുന്നത് ഞാൻ എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതാ. സുധീഷ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഈ സമയത്തിന് നികേഷ് അല്പം ജാള്യതയോടെ പറയുന്നുണ്ട്, അതെ, എന്നെ നോക്കിയ പെണ്ണ, അല്ലാതെ ഞാൻ നോക്കിയ പെണ്ണൊന്നുമല്ല. ഓ, അപ്പോൾ നിന്നെ ഒരു പെണ്ണ് നോക്കി, ഞാനത് വിശ്വസിക്കണമല്ലേ? സുധീഷ് കളിയാക്കി ചിരിച്ചു. അതെ, സുധീഷേട്ട് വിശ്വസിച്ചാൽ വിശ്വസിക്ക്, ഇല്ലെങ്കിൽ വേണ്ട. നികേഷ് മുഖം തിരിച്ചു. അപ്പോഴേക്കും നിധി അങ്ങോട്ടേക്ക് വന്നു. അവൾ ചോദിച്ചു, എന്താ അവിടെ ഒരു ബഹളം? എന്താ സുധീഷേട്ടാ പ്രശ്നം? സുധീഷ് പറയുന്നുണ്ട്, അതെ നിധി, ഇവൻ ഏതോ ഒരു പെണ്ണിന്റെ ഫോട്ടോ ഇങ്ങനെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇവനെയൊക്കെ ഏതൊരു പെണ്ണ് നോക്കുന്നുണ്ടെന്ന് പോലും. വെറുതെ കള്ളത്തരം പറയുക. അത് കേട്ട നിധി ചിരിച്ചോണ്ട് പറഞ്ഞു, അല്ല സുധീഷേട്ടാ, അവൻ പറഞ്ഞത് സത്യ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ പുറത്തു പോയപ്പോഴേ അവരൊരു പെണ്ണിനെ വല്ലാതെ നോക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ തന്നെയാ അവന് കാണിച്ചു കൊടുത്തതും. സുധീഷ് അത്ഭുതത്തോടു കൂടി നികേഷിനെ നോക്കി. ഹമ്പട കള്ള, അപ്പൊ നിനക്ക് ശരിക്കും ലൈനൊക്കെ സെറ്റായില്ലേ? നികേഷ് ചമ്മിക്കൊണ്ട് പറഞ്ഞു. ഓ എൻ്റെ സുധീഷേട്ടാ, എനിക്കങ്ങനെ ലൈനൊന്നും സെറ്റായിട്ടില്ല. അത് ഏതോ ഒരു പെണ്ണാണ്. എന്താന്ന് പോലും എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല. അവളോട് ഞാൻ ശരിക്കും ഒന്ന് സംസാരിച്ചിട്ട് പോലുമില്ല. ആണോ? അതേതായാലും നന്നായി, സുധീഷ് ചിരിയടക്കിക്കൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും സുഭാഷേട്ടൻ അങ്ങോട്ടേക്ക് വന്നു. എന്താ രണ്ടുപേരും കൂടി ഒരു രഹസ്യം പറിച്ചില്? സുഭാഷേട്ടൻ ചോദിക്കാണ്. ഒന്നുമില്ല സുഭാഷേട്ടാ, അടുക്കളയിലെ പണികളൊക്കെ കഴിഞ്ഞോ? ഞങ്ങൾ വെറുതെ ഓരോ കാര്യങ്ങളൊക്കെ പറയായിരുന്നു എന്ന് പെട്ടെന്ന് തന്നെ നിധി വിഷയം മാറ്റി. ഇതേ സമയത്തന്നെ മുറിക്കകത്ത് ഹരീഷ് ഇങ്ങനെ നീതുവിനെ ഫോൺ വിളിക്കുമായിരുന്നു. അവൻ ഫോണിലൂടെ നാളത്തെ കുടുംബക്ഷേത്രത്തിലേക്ക് പോകുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് വളരെ വിശദമായി തന്നെ നീതുവിനോട് പറഞ്ഞു. എല്ലാം കേട്ടപ്പോൾ നീതുവിന് വല്ലാത്തൊരു സങ്കടം തോന്നി. അവൾ പരിഭവത്തോട് പറഞ്ഞു, ഓ, എനിക്കും നിങ്ങളുടെ കൂടെ വരണമെന്നുണ്ടായിരുന്നു. നിനക്കാണെങ്കിൽ എന്നെ കൊണ്ടുപോകാൻ യാതൊരുവിധ താല്പര്യവുമില്ലല്ലോ. ഹരീഷ് അവളെ ആശ്വസിപ്പിച്ചു. അതെ, പക്ഷേ നമ്മൾ തമ്മിൽ കല്യാണം കഴിഞ്ഞിട്ടെങ്കിൽ നിനക്ക് ധൈര്യമായിട്ട് വരായിരുന്നു. ഇതിപ്പോൾ വീട്ടുകാരൊക്കെ എന്ത് വിചാരിക്കും? നീതു വിടാൻ ഭാവമില്ലായിരുന്നു. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്നെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നില്ല, പക്ഷേ നിങ്ങൾ ആ ചാന്ദിനെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ടല്ലോ. പിന്നെ എന്നെ കൊണ്ടുപോയാൽ എന്താ ഇത്ര വലിയ കുഴപ്പം? ഹരീഷ് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. അത് ചാന്ദിനെ കൊണ്ടുപോകുന്ന പോലെയല്ലോ നിന്നെ കൊണ്ടുപോകുന്നത്. ചാന്ദിനെ ഇവിടെ തനിച്ചു നിർത്തിയിട്ട് പോകാൻ പറ്റാത്തത് കൊണ്ടല്ലേ ഞങ്ങൾ അവിടെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. പക്ഷേ നിന്റെ കാര്യത്തിൽ അങ്ങനെയാണോ? അത് കേട്ടപ്പോൾ നീതു വളരെ കണിശമായി പറഞ്ഞു. ഒരു കാര്യം ഞാൻ പറയാം, മര്യാദയ്ക്ക് ഇനി അടുത്ത വർഷം പോകുമ്പോഴേക്കും എന്നെ കൂടെ കൂട്ടിക്കൊണ്ടുപോകണം. അപ്പോഴേക്കും എൻ്റെ കഴുത്തിൽ നിന്റെ താലി വീണിരിക്കണം, കേട്ടല്ലോ. ഒടുവിൽ ഹരീഷ് ചിരിച്ചുകൊണ്ട് തന്നെ സമ്മതിച്ചു. ശരി ശരി, ആയിക്കോട്ടെ. എന്തായാലും ഞങ്ങൾ അവിടെ ചെന്നിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ടേ മടങ്ങുള്ളൂ. 2-3 ദിവസം അവിടെ നിന്ന് പ്രാർത്ഥനയും വഴിപാടും ഒക്കെ നടത്തിയിട്ട് ഞങ്ങൾ ഇങ്ങ് തിരിച്ചു പോരുള്ളൂ എന്ന് പറഞ്ഞ് ഹരീഷ് കോള് കട്ട് ചെയ്തു.
അങ്ങനെ ആ കുടുംബം മുഴുവനും വലിയൊരു സന്തോഷത്തോടെ ഒത്തിരി നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ തങ്ങളുടെ കുടുംബക്ഷേത്രത്തിലേക്ക് പോകാനായി തയ്യാറെടുക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.